Good morning, dears. So, let us start with the language and linguistics. അടുത്ത ടോപ്പിക്ക് നമ്മൾ ഫോണറ്റിക്സ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഈ സെമിനാറും അസൈൻമെൻറ്റും ഒക്കെ തന്നിട്ടുണ്ട്. ആ ടോപ്പിക്സ് ഞാനും ഒന്നിങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. കാരണം സെമിനാർ നിങ്ങൾക്ക് എത്ര ലിമിറ്റേഷൻസ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം എയർ സ്ട്രീം മെക്കാനിസം, റെസ്പിറേറ്ററി, ഫോണേറ്ററി, ആർട്ടിക്കുലേറ്ററി, അതായത് എയർ സ്ട്രീം മെക്കാനിസം എന്നുള്ള ടോപ്പിക്കാണ് നെക്സ്റ്റ്. അതിൽ റെസ്പിറേറ്ററി, ഫോണേറ്ററി, ആർട്ടിക്കുലേറ്ററി എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ റെസ്പിറേറ്ററി ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റും അതുപോലെ സെമിനാറുമായിട്ട് തന്നിട്ടുള്ളതാണ്. എങ്കിലും എനിക്കത് പറഞ്ഞു പോകേണ്ടി വരുന്നുണ്ട്. റെസ്പിറേറ്ററി നമുക്കറിയാം. റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ പുറത്തേക്ക് എയർ വിടുന്നുണ്ട്, അതുപോലെ ഉള്ളിലേക്ക് എയർ എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലങ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെസ്പയർ ചെയ്യുന്നത്. അതായത് നമ്മളുടെ ലങ് എയർ യൂസ് ചെയ്യുന്നത് ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ സംസാരിക്കാൻ നമുക്ക് ഇതെല്ലാം ഈ അവയവങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ റെസ്പിറേഷൻ മുഖാന്തരം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് വിടുന്ന എയർ ലങ്സിലേക്ക് ലങ്സ് നമ്മളുടെ എയർ എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ പുറത്തേക്ക് വിടുന്ന ഇൻടേക്ക് ആയിട്ടുള്ള എയറിനെ ഇൻസ്പിറേഷൻ എന്ന് പറയും, റെസ്പിറേഷൻ എന്ന് പറയും. അതുപോലെ എക്സ്പിറേഷൻ, പുറത്തേക്ക് വിടുന്ന എയറിനെ എക്സ്പിറേഷൻ എന്ന് പറയും. അപ്പോൾ ഇത് പുറത്തേക്ക് വിടുന്ന എയർ എക്സ്പിറേഷൻ നടത്തുന്ന എയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നമുക്ക് സംസാരിക്കുമ്പോൾ ലങ്സിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലായില്ലേ? ലങ്സ് നമുക്ക് അത്രയും ആവശ്യമാണ് സംസാരിക്കാൻ. ഓക്കെ, ഫോണേറ്ററി നെക്സ്റ്റ്. അതായത് അതിന് മുന്നേ വേറെ കാര്യം പറയാനുള്ളത്, റെസ്പിറേറ്ററിയിൽ നമുക്ക് 3 തരം റെസ്പിറേഷൻ, അതായത് നമുക്ക് 3 തരം എയർ സ്ട്രീം മെക്കാനിസം ഉണ്ട്. ഈ എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നമ്മൾ എന്തിനാണ് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന എയർ എങ്ങനെയുള്ളതാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 തരമുണ്ട്: പൾമോണിക്, അതുപോലെ ഗ്ലോട്ടാലിക് ആൻഡ് വീലാറിക്. പൾമോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സ് യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് വിടുന്ന എയറിനെയാണ് പൾമോണിക്. അത് യൂസ് ചെയ്തിട്ട് സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പൾമോണിക് എഗ്രസീവ്. പുറത്തേക്ക് വിടുന്ന എയർ യൂസ് ചെയ്തിട്ട് മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത് പൾമോണിക് എഗ്രസീവ് എയർ സ്ട്രീം മെക്കാനിസം ആണ്. ഓക്കെ, അപ്പൊ പൾമോണിക് എഗ്രസീവ്, EGRESSIVE ആണ് എഗ്രസീവ്. ആ എഗ്രസീവ് എയർ സ്ട്രീം മെക്കാനിസം ആണ് നമ്മൾ കൂടുതലായിട്ടും. ഇൻഗ്രസീവ് അധികം യൂസ് ചെയ്യുന്നില്ല, അത് അപൂർവമായിട്ട് മാത്രമാണ് ഇൻഗ്രസീവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം, അതുപോലെ ഗ്ലോട്ടാലിക് എയർ സ്ട്രീം മെക്കാനിസം, വീലാറിക് എയർ സ്ട്രീം മെക്കാനിസം. ഗ്ലോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഏരിയ, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു തരുന്നത്, നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെയുള്ള ഭാഗങ്ങൾ നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ലങ്സ്, ഇവിടെ കിടക്കുന്ന നമ്മുടെ എന്താ പറയുക, ട്രക്കിയ എന്നൊരു സാധനമുണ്ട്. ഈ ട്രക്കിയയിൽ വിൻ പൈപ്പ് ഉണ്ട്, ഫുഡ് പൈപ്പ് ഉണ്ട്. ഈ വിൻ പൈപ്പും ഫുഡ് പൈപ്പും ഒക്കെ നമുക്കറിയാം. നമ്മൾ ചുമയ്ക്കുമ്പോൾ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടത്തൊണ്ടയിൽ പോയാൽ നമ്മൾ ചുമയ്ക്കും. അപ്പോൾ അതെന്താണ്? വിൻ പൈപ്പിൻ്റെ ഇടയിലേക്കുള്ള നമ്മൾ കഴിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾ എന്തെങ്കിലും പോകുമ്പോഴാണ് ചുമ വരുന്നത്. അത് മനസ്സിലായില്ലേ? അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചുമയ്ക്കുന്നു. അപ്പോൾ അവിടെ ബ്ലോക്ക് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചുമയ്ക്കുന്നത്. അപ്പോൾ വിൻ പൈപ്പും ഫുഡ് പൈപ്പും ഒക്കെ അടങ്ങിയ സ്ഥലമാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാം. ഇങ്ങനെയല്ല, ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരച്ചിട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കാണും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഏരിയ, നമ്മുടെ ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയ ഇതാണ് നമ്മുടെ വിൻ പൈപ്പും ഫുഡ് പൈപ്പും അടങ്ങുന്നത്. ഇങ്ങനെ 2 ഇതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. മനസ്സിലായോ? ഈ ഒരു ഏരിയയിൽ, കഴുത്തിന്റെ ഏരിയ കേട്ടോ, കഴുത്തില് നമ്മുടെ ഇങ്ങനെ ഒരു മിനിറ്റ്, കഴുത്തിന്റെ ഏരിയയില് ഇങ്ങനെ 2 ഇത് കാണും. മനസ്സിലായോ? അപ്പൊ ഇത് വിൻ പൈപ്പും ഫുഡ് പൈപ്പും ഒക്കെ ഉള്ളതാണ്. ട്രക്കിയയാണിത്. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം ട്രക്കിയ എന്നാണ് പറയാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അപ്പോൾ ഇൻഗ്രസീവ്, എഗ്രസീവ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്ലോട്ടാലിക് എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഗ്ലോട്ടിസ് ഉപയോഗിച്ച്, ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ ഏരിയ നമ്മുടെ വോക്കൽ കോർഡ്സ് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ട്രക്കിയ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോക്കൽ കോർഡ്സ് ഇങ്ങനെ ആയിരിക്കും നിൽക്കുക. അതായത് ശരിക്കും പറഞ്ഞ ഒരു ലിപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ലിപ്പ് ലൈക്ക് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. ഇങ്ങനെയുള്ള അതിൻ്റെ ഈ ഓപ്പണിംഗ്, അതായത് ഇത് വോക്കൽ കോർഡ്സ് ആണെന്ന് വിചാരിക്കുക.
ഈ വോക്കൽ കോർഡ്സിന്റെ ഈ ഏരിയയിലെ മിഡിലുള്ള ഏരിയ, ആ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ആ ഓപ്പണിംഗ് വോക്കൽ കോർഡ്സ്, ഇതിപ്പോ ഞാൻ കൈ ഇങ്ങനെ പിടിച്ചു, ഇത് വോക്കൽ കോർഡ്സ് ആണെന്ന് വിചാരിക്കുക. ഈ വോക്കൽ കോർഡ്സിന്റെ ഈ ഗ്യാപ്പ് കാണാനില്ലേ, ഈ ഗ്യാപ്പിനെയാണ് ഗ്ലോട്ടിസ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ അത് ഗ്ലോട്ടിസ് ഓപ്പൺ ആവുകയും ഷട്ട് ആവുകയും, അതായത് വോക്കൽ കോർഡ്സ് അടുത്ത് വരികയും ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വോക്കൽ കോർഡ്സ് ആണ് നമുക്കറിയാം സൗണ്ട് ഉണ്ടാവുന്ന, സൗണ്ട് വരാനുള്ള സഹായിക്കുന്നത് അല്ലെ. വോക്കൽ കോർഡ്സിന്റെ വൈബ്രേഷൻ വരും, വൈബ്രേഷൻ ഇല്ലാത്ത സൗണ്ടുകളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഇനി വരും. അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ലാരിങ്സ് എന്ന് പറയും. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്തിന് ഫാരിങ്സ് എന്ന് പറയും. മനസ്സിലായോ? ഇവിടുന്ന് ഇങ്ങോട്ട് മൂക്കിന്റെ ഭാഗമൊക്കെ വരുന്ന ഈ ഒരു ഭാഗത്തിന്, മൂക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ സംസാരിക്കാൻ, അപ്പോൾ അതിനെയാണ് ഫാരിങ്സ് എന്ന് പറയും. അപ്പോൾ ഇതിനെ ലാരിഞ്ചിയൽ ഏരിയ എന്നും പറയും, ഇതിനെ ഫാരിഞ്ചിയൽ ഏരിയ എന്നും പറയും. ഓക്കെ, ഇതാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഗ്ലോട്ടൽ എയർ ഉപയോഗിച്ചിട്ട്, അത് അപൂർവമായിട്ട് മാത്രമാണ് ഈ ഗ്ലോട്ടൽ എയർ ഉപയോഗിക്കുന്ന ആളുകളുള്ളൂ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അധികം എന്താണ് പൾമോണിക് എഗ്രസീവ് എയർ സ്ട്രെയിൻ. എഗ്രസീവ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുന്ന എയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്ലോട്ടാലിക് എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോട്ടൽസ് യൂസ് ചെയ്തിട്ട്. അതുപോലെ അടുത്തത് വീലാറിക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. വീലാറിക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ബാക്ക് ഓഫ് ദ ടങ്. അത് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഈ ഒരു ഏരിയ നമ്മുടെ വീലത്തിന്റെ ഭാഗമാണ്, റൂഫ് ഓഫ് ദ മൗത്തിന്റെ വീലം. അതൊക്കെ വരച്ച് കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വരയ്ക്കുക. അത് മാത്രമല്ല, എനിക്ക് നിങ്ങളോട് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ പറയാനുള്ള ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വരച്ചതോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമായിട്ട് നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ വായും നിങ്ങളുടെ ശരീരവും ഒപ്പം യൂസ് ചെയ്യാം. അതായത് ഞാൻ ഓരോ സൗണ്ടുകൾ പഠിക്കുമ്പോൾ ഓരോ സൗണ്ടും നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് നോക്കണം. പക്ഷെ പതുക്കെ പറയരുത്. പതുക്കെ പറഞ്ഞാൽ ഡിഫറൻസ് വരും. പതുക്കെ മർമറിങ്ങിൽ ഡിഫറൻസ് ഉണ്ടാവും, സൗണ്ടിന്റെ വേരിയേഷൻ വരും. നമ്മൾ സാധാരണ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ഉച്ചരിക്കാനും ശ്രമിക്കണം. നമ്മളിപ്പോൾ പറയുമ്പോൾ അപ്പോഴാണ് സൗണ്ടുകൾ നമുക്ക് വ്യക്തമായി പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളടക്കം നമ്മൾ നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ ബ്രത്ത് ഇവിടുന്നല്ലേ എടുക്കാറ്, നമ്മൾ ഇവിടുന്നല്ലല്ലോ നമ്മൾ പാടുന്ന ആൾക്കാർ ഇവിടുത്തെ തൊണ്ടയെ പിടിച്ചിട്ട് പാടുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ മൂക്കൊണ്ടല്ലല്ലോ നമ്മൾ പാടുക അല്ലേ. നമ്മുടെ ഈ എയർ യൂസ് ചെയ്ത് പാടുമ്പോൾ തന്നെ അറിയാം നമുക്ക് എവിടുന്നാണ് പാട്ട് വരുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് പാട്ട് പാടാൻ തന്നെ സാധിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ലങ് എയർ ആണ് നമ്മൾ എന്തിന്, സ്പീച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇനി നമ്മൾ ഈ ഒരു ഭാഗം മനസ്സിലായില്ലേ, ഈ ഒരു നമ്മുടെ നോസിന്റെ അവിടേക്കൊക്കെ വരുന്ന ഭാഗത്തിനെ ഫാരിങ്സ് എന്ന് പറയും, ഈ ഭാഗം ലാരിങ്സ്. ഇതാണ് എനിക്ക് ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഫൊണേറ്ററി ഇപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫൊണേറ്ററി ഈ ഒരു ഭാഗമാണ്, ലാരിങ്സിന്റെ ഭാഗമാണ് നമ്മൾ കൂടുതലായിട്ട് എന്തിനു യൂസ് ചെയ്യുന്നത്, നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ. അതിലെ വോക്കൽ കോർഡ്സിന്റെ കാര്യം പറഞ്ഞു. വോക്കൽ കോർഡ്സ് അടുത്തിരിക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടുകൾ വരും, അത് വൈഡ് അപ്പാർട്ട് ആക്കാൻ പറ്റും. അതായത് ഈ ഒരു വോക്കൽ കോർഡ്സ് ഇങ്ങനെ, അതായത് ഞാൻ പറഞ്ഞു ഇതിലുള്ള ഇതാണ് വോക്കൽ കോർഡ്സ് എന്ന് പറഞ്ഞു. ഈ ഒരു സാധനമാണ് വോക്കൽ കോർഡ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, ഈ വോക്കൽ കോർഡ്സ് ഓപ്പൺ ചെയ്തിരിക്കുമ്പോഴും ചില സൗണ്ടുകൾ വരും. ചിലപ്പോൾ അത് അടുത്ത് വരും, വല്ലാണ്ട് ക്ലോസ് ആവില്ല, വല്ലാണ്ട് ക്ലോസ് ആയ ശബ്ദം വരില്ല. മനസ്സിലായോ? എന്നാൽ ടൈറ്റ്ലി ക്ലോസ് ആവില്ല, ചെറിയ ഗ്യാപ്പ് മാത്രം. അപ്പോൾ അധികം സൗണ്ടുകളൊക്കെ, വ്യത്യസ്തമായ സൗണ്ടുകൾ പല രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പല അവയവങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വോക്കൽ കോർഡ്സ് വൈഡ് അപ്പാർട്ട് വരുന്ന സമയത്ത് എന്ത് സൗണ്ട് വരുന്നു? ഫ്രിക്ഷൻ ഉണ്ടാവും, ഫ്രിക്ഷൻ ഇല്ലാത്ത സൗണ്ടുകൾ ഉണ്ടായിരിക്കും. മനസ്സിലായോ? വൈഡ്, അത് അവിടെ പറയുന്നുണ്ട്, വോക്കൽ കോർഡ്സ് ആർ വൈഡ് അപ്പാർട്ട്. അതായത് when the vocal cords are wide apart, the glottis is open. അല്ലേ? വോക്കൽ കോർഡ്സ് നല്ല വൈഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോട്ടിസ് ഈ ഒരു ഭാഗം ഓപ്പൺ അല്ലേ? മനസ്സിലായോ? അപ്പോൾ എയർ എന്താണ്, ഫ്രീ ആയിട്ട് പോവും, ഫ്രിക്ഷൻ ഒന്നുമില്ലാതെ. മറ്റേത് നിങ്ങൾ റബ്ബർ ബാൻഡ് ഒരു വിരലിലിട്ടിട്ട് നോക്കി നോക്കൂ, ഇങ്ങനെ തട്ടി നോക്കൂ, ഒരു ഫ്രിക്ഷൻ സൗണ്ട് വരില്ലേ? അതുപോലെ ഫ്രിക്ഷൻ ഇല്ലാതെ സുഖകരമായിട്ട് വോക്കൽ കോർഡ്സ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ സുഖകരമായിട്ട് പോകുന്ന സൗണ്ടുകളുണ്ട്. ഇനി കുറച്ച് വ്യത്യാസങ്ങളിൽ വരുന്ന സമയത്തും
ഡിഫറൻസ് വരും. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടുകൾ ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് വോക്കൽ കോർഡ്സ് ഫ്രീ ആയിട്ട് പോകുമ്പോൾ, ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ, ഫ്രീ ആയിട്ട് എയർ ഗ്ലോട്ടിസ് കൂടെ പുറത്തേക്ക് പോകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സിനെ വോയിസ്ലെസ് സൗണ്ട്സ് എന്ന് പറയും. അല്ലാതെ വോക്കൽ കോർഡ്സ് അടുപ്പിച്ച്, അതായത് കുറച്ച് ഫ്രിക്ഷനോട് കൂടെ പോകുന്നതിന് വോയിസ്ഡ് സൗണ്ട്സ് എന്ന് പറയും. മനസ്സിലായോ? പിന്നെ ഓൾ വവൽസ് ആർ വോയിസ്ഡ്. അത് പക്ഷെ ഫ്രീ ഫ്ലോ ഓഫ് എയർ ആണ് വവൽ സൗണ്ട്സിൽ അല്ലേ. എ, ഓ, ഇ, ഊ ഒക്കെ വവൽ സൗണ്ടുകളെ, അതൊക്കെ വവൽ സൗണ്ട് ഫ്രീ ഫ്ലോ ആണ്. പക്ഷെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഫ്രിക്ഷനോട് കൂടെ വോയിസ്ഡ് ആയിട്ടുള്ള സൗണ്ടുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓൾ വവൽസ്, എല്ലാ വവലുകളും വോയിസ്ഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. ഏത് വവൽ എടുത്താലും, ഡിഫ്തങ് ആയാലും വേണ്ടില്ല, അതുപോലെ വവൽ സൗണ്ട് നമുക്കറിയാം. വവൽസ് ഒക്കെ പഠിക്കുന്നുണ്ട്, ഇനി കോൺസണൻസ് ഡിഫ്തങ്സ് ഒക്കെ പഠിപ്പിക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ എല്ലാ വവൽസും വോയിസ്ഡ് ആണ്. പിന്നെ ഇനി ആർട്ടിക്കുലേറ്ററി സിസ്റ്റംസ്, ഞാൻ ഇനി ജസ്റ്റ് ഇതൊന്ന് വായിച്ചു പോവാണ്. അതൊക്കെ പാടെ ഒന്നിച്ച് പിന്നെ പറഞ്ഞു തരാം. ഓർഗൻസ് ഇൻവോൾവ്: ലങ്സ്, ലാരിങ്സ്, ഫാരിങ്സ്, റൂഫ് ഓഫ് ദ മൗത്ത്, alveolar ridge, hard palate, soft palate. ഓക്കെ, ലങ്സ് നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത് അല്ലേ. നമുക്ക് അറിയാം, അങ്ങനെ രണ്ട് സാധനങ്ങൾ ഇവിടെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ലങ്സ് അല്ലേ. പിന്നെ ലാരിങ്സ്, ആഡംസ് ആപ്പിൾ. ലാരിങ്സിന്റെ ഇവിടെ ഒരു സാധനം ഉണ്ട്, ആൺകുട്ടികളുടെയും കുറച്ച് പുരുഷന്മാരുടെയൊക്കെ ഇവിടെ ഈ ഒരു ഇവിടെ ഒരു മുഴ ഉണ്ടായിരിക്കും, അതിന് ആഡംസ് ആപ്പിൾ എന്ന് പറയും അല്ലേ. ലാരിങ്സ് എൻക്ലോസ്ഡ് പെയർ ഓഫ് ഹോൾസ് മെയ്ഡ് ഓഫ് ഇലാസ്റ്റിക് ടിഷ്യൂ ഓർ ലിപ് ലൈക്ക് സ്ട്രക്ചർ, അതിനെ വോക്കൽ കോർഡ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഞാനത് ജസ്റ്റ് എഴുതി വെച്ചു എന്ന് മാത്രം. ഫാരിങ്സ്, എബവ് ദ ലാരിങ്സ്, ബിഹൈൻഡ് ദ ടങ്, ടങ്ങിന്റെ പിന്നിലും, അതുപോലെ എന്താണ് എബവ് ദ ലാരിങ്സ്, ലാരിങ്സിന്റെ തൊട്ട് പിന്നെ ഈ ഭാഗം. മനസ്സിലായോ? അപ്പൊ ഇറ്റ് റീച്ചസ് നേസൽ ക്യാവിറ്റി, നേസൽ ക്യാവിറ്റി വരെ ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ ഭാഗങ്ങളിൽ എന്ത് വരുന്നുണ്ട്? ഫാരിങ്സ് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ റൂഫ് ഓഫ് ദ മൗത്ത് ആണ് പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സംഭവം വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ വായയുടെ ഉള്ളാണ് ആദ്യം എടുക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ വായ, ഞാനിത് പറയുമ്പോൾ ഒക്കെ നിങ്ങളുടെ വായ ഓപ്പൺ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വായനെ തന്നെ പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, നിരീക്ഷിച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ റൂഫ് ഓഫ് ദ മൗത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. alveolar ridge, ഹാർഡ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ്, പിന്നെ ഉവ്യൂള എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇനി അത് നോക്ക്, എന്താണ് ഹാർഡ് പാലറ്റ്? നമുക്കറിയാം, നമ്മുടെ ഒരു വായ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൂഫ് ഓഫ് ദ മൗത്ത് എന്ന് പറയുന്നത് ഒരു കോൺകേവ് ഷേപ്പ് അല്ലേ. ഇങ്ങനെ ഒരു ഷേപ്പിലല്ലേ നമ്മൾക്ക് നിൽക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് അതായത് നമുക്ക് റൂഫ് ഓഫ് ദ മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ഇവിടുന്ന് ബാക്കിലേക്ക് മാത്രമല്ല സൈഡും ഇങ്ങനെയുണ്ട്. മനസ്സിലായോ? ഇവിടെ ഒരു ഗുഹ പോലെയല്ലേ നമ്മുടെ റൂഫ് ഓഫ് ദ മൗത്ത് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഒരു ഗുഹയായിട്ട് തന്നെ നമുക്ക് അതിനെ കണക്കാക്കാം അല്ലേ, വായനെ. അപ്പോൾ ആ ഗുഹയുടെ മേൽഭാഗമായിട്ട് തന്നെ എന്ത് കണക്കാക്കുക? നമ്മുടെ റൂഫ് ഓഫ് ദ മൗത്തിനെ കണക്കാക്കുക. അപ്പൊ നമുക്കറിയാം, ഇങ്ങനെ പോകുമ്പോൾ മാത്രമല്ല ഇങ്ങനെയുണ്ട്, ഇങ്ങനെ മാത്രമല്ല ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ഓരോ ഭാഗവും നമ്മൾ ശ്രദ്ധിക്കുക. ചില ഭാഗങ്ങളിൽ വായയുടെ ഓരോ ഭാഗങ്ങൾ തട്ടുമ്പോഴാണ് സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റൂഫ് ഓഫ് ദ മൗത്തിന്റെ പാർട്ടുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ടങ് പഠിക്കാണ്ട്, ലിപ്പ് പഠിക്കാണ്ട്, അപ്പൊ അതിനൊക്കെ ഓരോ ഭാഗങ്ങളുണ്ട്. അപ്പൊ ഓരോ ഭാഗത്തും ഓരോ സൗണ്ടുകൾ തട്ടുമ്പോഴാണ്, ഓരോ ഭാഗം റൂഫ് ഓഫ് ദ മൗത്തിലേക്ക് തട്ടുമ്പോഴാണ്, ഓരോ റൂഫ് ഓഫ് ദ മൗത്തിന്റെ ഓരോ പാർട്ടിലേക്കും ഓരോ ലിപ്പിന്റെയോ അല്ലെങ്കിൽ ടങ്ങിന്റെയോ ഭാഗങ്ങൾ തട്ടുമ്പോഴാണ് ആ എയറിന്റെ പാസേജ് മൂലം പല ശബ്ദങ്ങൾ ഉണ്ടാകുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ റൂഫ് ഓഫ് ദ മൗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യമായിട്ട് പറയുന്നത് alveolar ridge അല്ലെങ്കിൽ alveolum, അതായത് അല്ലെങ്കിൽ ടീത്ത് റിഡ്ജ് എന്ന് പറയും. ഓക്കെ, alveolar ridge അല്ലെങ്കിൽ alveolum അല്ലെങ്കിൽ ടീത്ത് റിഡ്ജ് എന്നുള്ളത് നമ്മൾ അതിനെ പറയുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ജസ്റ്റ് ബിഹൈൻഡ് ദി അപ്പർ ടീത്ത്. നമ്മുടെ അപ്പർ ടീത്തിന് തൊട്ട് പിറകെയുള്ള ഭാഗം, നമ്മുടെ അപ്പർ ടീത്ത് അതിന്റെ തൊട്ട് പിറകെയുള്ള ഒരു ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയായി നമ്മുടെ റൂഫ് ഓഫ് ദ മൗത്ത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഞാൻ പറയുമ്പോൾ നിങ്ങൾ തന്നെ അത് ശ്രദ്ധിച്ചു നോക്കാം. നമ്മുടെ ടീത്ത് കഴിഞ്ഞ ഉടനെ, അപ്പർ ടീത്ത് കഴിഞ്ഞ ഉടനെ നേരെ ബാക്കിൽ നാവ് കൊണ്ടൊന്ന് തുഴഞ്ഞു നോക്കൂ. നമുക്കറിയാം, ഇങ്ങനെ ഒരു ഷേപ്പിൽ, അതായത് ഒരു ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് തൊട്ട യു ഷേപ്പ് പോലെ ഇങ്ങനെ തോന്നാറില്ലേ നമ്മുടെ പല്ലിനെ തൊട്ട് പിറകെ? ഈ ഒരു ഇതേ ഷേപ്പ് തന്നെ നമുക്ക് ഇവിടെ കാണാം അല്ലേ. അത് ഭാഗമാണ് ടീത്ത് റിഡ്ജ് എന്ന്, അല്ലെങ്കിൽ alveolar ridge. ഇതാണ് റൂഫ് ഓഫ് ദ മൗത്ത്. ഇത് ടീത്താന്ന് വിചാരിക്കുക. ഈ ടീത്തിന്റെ തൊട്ട് പിറകെയുള്ള ഭാഗമാണ് വിചാരിക്കുക. ഇത് ടീത്ത്,
ഈ ടീത്തിന് തൊട്ട് പിറകെയുള്ള ഭാഗം, ഓക്കെ, ഇവിടെ ടീത്ത്, ഓക്കെ, ഈ ടീത്തിന് തൊട്ട് പിറകെ വായ ഇതുണ്ടോ, നമ്മുടെ റൂഫ് ഓഫ് ദ മൗത്തിന്റെ ഈ ഇതൊക്കെ ബാക്ക് സൈഡാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ആവാം കേട്ടോ, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യുമെന്ന് മാത്രം. അപ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് ചെയ്യാം, ഓക്കെ, നിങ്ങൾക്ക് അതാണ് കംഫർട്ടബിൾ എന്ന്. ഇത് ടീത്താണ്, ടീത്ത് റിഡ്ജ്. ഇവിടുന്ന് ഇനി കണക്കാക്കേണ്ട, ഇവിടുന്ന് ചെയ്യാം ഞാൻ, എനിക്ക് എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ 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 നിൽക്കണ കാണാം, നമ്മുടെ ഈ ഭാഗം. ആ ഭാഗത്തിനെയാണ് അൽവിയോളർ റിഡ്ജ് എന്ന് പറയുക. അൽവിയോളറിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് ഇവിടെ എഴുതുന്നത്. അൽവിയോളർ റിഡ്ജ് എന്ന് പറയും. ഒരു അങ്ങനെ ഒരു ചെറിയ യു ഷേപ്പ് പോലെ തോന്നുന്നില്ലേ അൽവിയോളർ റിഡ്ജ്? നാവോട് തുഴഞ്ഞു നോക്കൂ, അല്ലേ? നാവൽ തൊട്ട് പിറകെ അത് കുറച്ചിങ്ങനെ ഇങ്ങനെ ഒരു ഓട് മേന പോലെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് കാണാറില്ലേ, അല്ലേ? ഇങ്ങനെ 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 അല്ലേ നമ്മുടെ വായുടെ ഉള്ളില്? ശ്രദ്ധിച്ചോ? ആ ഭാഗത്തിനെയാണ് അൽവിയോളം അല്ലെങ്കിൽ അൽവിയോളർ റിഡ്ജ്. തൊട്ട് പിറകെയുള്ള ഭാഗം, പല്ലിന്റെ ഏത് അപ്പർ ടീത്തിന്റെ തൊട്ട് പിറകെ. നാവുകൊണ്ട് തൊട്ട് നോക്കിയാ കണ്ടോ, കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, അൽവിയോളർ റിഡ്ജ് മനസ്സിലാക്കാം. ക്ലിയർ ആയോ? അപ്പൊ ആ ഭാഗത്തിന് വേറൊരു പേരും കൂടിയുണ്ട്, ടീത്ത് റിഡ്ജ്. ടീത്തിന്റെ തൊട്ട് പിറകെയുള്ള ഭാഗം അരികിലാണ് അതാണ് ടീത്ത് റിഡ്ജ് എന്ന് പറയുന്നത്. ഈ അടുത്തത് ഹാർഡ് പാലറ്റ്. നമുക്കറിയാം അതിന് കുറച്ച് അപ്പുറത്തേക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള ഏരിയ ആണ് അല്ലേ? നാവുകൊണ്ടൊന്ന് തന്നെ നോക്കി നോക്കൂ, ഹാർഡായിട്ടുള്ള ഒരു ഏരിയ, ഹാർഡ് പാലറ്റ് കാണാണ്ടോ? ഇനി ഇതിലില്ലാത്ത ഒരു ഭാഗം കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പോസ്റ്റ് അൽവിയോളർ റിഡ്ജ് എന്ന് പറയും. പോസ്റ്റ് അൽവിയോളർ അതിവിടെ എഴുതിയിട്ടില്ല, ഞാനത് ജസ്റ്റ് പോസ്റ്റ് അൽവിയോളർ റിഡ്ജ്. അതായത് പോസ്റ്റ് അൽവിയോളർ എന്ന് പറയുന്നത് ഈ ടീത്ത് റിഡ്ജിന്റെ തൊട്ട് പിറകെ തന്നെ വരുന്ന ഒരു ഭാഗമാണ്. അതും ഇതേപോലെ തന്നെ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു ഇങ്ങനെ റാ ഷേപ്പ് പോലെ അല്ലെങ്കിൽ യു ഷേപ്പ് പോലെ കാണും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഭാഗം കാണും അതേപോലെ കുറച്ച്, അല്ലേ? നാവൊന്ന് പിന്നിൽ ഒന്നുകൂടി വളരെ മൈന്യൂട്ടായിട്ട് പിന്നിലേക്ക് നാവുകൊണ്ട് റൂഫ് ഓഫ് ദ മൗത്തിനെ ടച്ച് ചെയ്ത് നോക്കണം. ഓക്കെ, റൂഫ് ഓഫ് ദ മൗത്ത് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ആ മൊത്താട്ടോ, ഇവിടുന്ന് ഞാൻ കൈയോട് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ആ ഭാഗത്ത് ആ ഭാഗം നാവുകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നമുക്ക് ഓൾമോസ്റ്റ് കുറച്ച് വരെ നമുക്ക് എന്താണ് നല്ല ബാക്ക്, അത്യാവശ്യം ബാക്ക് വരെ നമുക്ക് നാവുകൊണ്ട് തൊട്ടി നോക്കാൻ അറിയാൻ പറ്റും. അപ്പൊ ഇനി നോക്കുക എന്താണ് ടീത്ത് റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ ടീത്ത് അപ്പർ ടീത്തിന്റെ നേരെ പിറകിലുള്ള ഭാഗമാണ്. ആ അരികിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന റൂഫ് ഓഫ് ദ മൗത്ത് ആണ് അൽവിയോളർ റിഡ്ജ് എന്ന് പറയുന്നത്. അതിന് തൊട്ടപ്പുറത്തെ ഭാഗത്തിന് പോസ്റ്റ് അൽവിയോളർ റിഡ്ജ്. അത് നിങ്ങളുടെ ടെക്സ്റ്റിലില്ല, മെറ്റീരിയലില്ല, പക്ഷെ അത് ആവശ്യമാണ് നമുക്ക് ഇനി അടുത്ത സൗണ്ടുകൾ പഠിക്കുമ്പോൾ ആവശ്യമാണ്. പിന്നെ ഹാർഡ് പാലറ്റ്. ഹാർഡ് പാലറ്റ് ആ പോസ്റ്റ് അൽവിയോളർ റിഡ്ജ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഭാഗം നാവോട് തട്ടിക്കഴിഞ്ഞാൽ ഒരു ഹാർഡായിട്ടുള്ള ഒരു ഏരിയ അല്ലേ, കുറച്ച് ഏരിയ കണ്ടോ, ഹാർഡ് പാലറ്റ്. ആ ഭാഗത്തിന് ഹാർഡ് പാലറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹാർഡ് പാലറ്റിന്റെ രണ്ട് ഭാഗമുണ്ട്, കുറച്ച് ഹാർഡിന്ന് കുറച്ച് വിട്ടിട്ട് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. ഓക്കെ, അത് നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഹാർഡ് പാലറ്റും അതുപോലെ ഇനി അടുത്ത സോഫ്റ്റ് പാലറ്റ്. ഹാർഡ് പാലറ്റ് എന്താ? ഹാർഡ് കോൺകേവ് പാർട്ട് ബിഹൈൻഡ് ദ ടീത്ത് റിഡ്ജ്. ടീത്ത് റിഡ്ജിന്റെ തൊട്ട് പിറകെയുള്ള ഭാഗമാണ് ഹാർഡ് പാലറ്റ്. മനസ്സിലായോ? അവിടെ ഹാർഡായിരിക്കും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ ബാക്കിലേക്ക് വീണ്ടും നാവുകൊണ്ട് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഭാഗം കാണാം, ദാറ്റ് ഇസ് സോഫ്റ്റ് പാലറ്റ്. ആ ഭാഗത്ത് എത്തുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും, അല്ലേ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ. ആ ഭാഗം സോഫ്റ്റ് പാലറ്റ് എന്നാണ് പറയാം. സോഫ്റ്റ് പാലറ്റ്, അതായത് സോഫ്റ്റ് പാലറ്റിന് വേറൊരു പേരും കൂടി ഇത് വീലം. മറക്കരുത്. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും വൺ വേർഡ് ആയിട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. ഷോർട്ട് ആൻസർ, പാരഗ്രാഫ്, എസ്സേ ഒക്കെ വരാറുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഓർഗൻസ് ഓഫ് സ്പീച്ച്. അപ്പം മറക്കണ്ട, ഓർഗൻസ് ഓഫ് സ്പീച്ച് കമ്പൽസറി ആയിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ക്വസ്റ്റ്യൻ വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡയറക്റ്റ് ആയിട്ട് വന്നെടുക്കുന്നത് പോലെയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ ഇതേപോലെ തന്നെ നമുക്ക് പറഞ്ഞ് ഞാൻ പറയാൻ മാക്സിമം സൗണ്ടുകളും ഒപ്പം പറയിപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറയുന്ന സൗണ്ടുകൾ നിങ്ങൾ ഇനി സൗണ്ട് പഠിക്കുമ്പോൾ ഒപ്പം അത് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പൊ സോഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് പോർഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദ ഹാർഡ് പാലറ്റ്. ഹാർഡ് പാലറ്റിന്റെ തൊട്ട് പിറകെ, അപ്പൊ നാവോട് തൊട്ടപ്പോൾ മനസ്സിലായില്ലേ? ഇങ്ങനെ ഹാർഡ് ആദ്യം ടീത്തിന്റെ തൊട്ട് പിറകെ ടീത്ത് റിഡ്ജ്, അത് കഴിഞ്ഞ കുറച്ച് അങ്ങനെ പിന്നെ ഒരു പോസ്റ്റ് അൽവിയോളർ റിഡ്ജ്. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് ഹാർഡ് പാലറ്റ്. ഹാർഡ് പാലറ്റ് കഴിഞ്ഞിട്ട് ഹാർഡ് പാലറ്റും സോഫ്റ്റ് പാലറ്റും കൂടി തട്ടുന്ന ഒരു ഭാഗമുണ്ട്,
നമ്മൾ ത്രിവേണി സംഗമം എന്നൊക്കെ പറയാറില്ലേ, അതായത് മൂന്ന് എന്താ പറയുക നദികളോ അല്ലെങ്കിൽ എന്താ പറയുക അതൊക്കെ ചേരുന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം എന്നൊക്കെ പറയാറില്ലേ. അതുപോലെ 2 ഭാഗം ഹാർഡ് പാലറ്റ് സോഫ്റ്റ് പാലറ്റ് കൂടി തട്ടുന്ന ഒരു ഭാഗമുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ സോഫ്റ്റ് പാലറ്റിലേക്കാണ് കിടക്കുന്നത്. ഹാർഡ് പാലറ്റിൻ്റെ അവിടെ നിന്ന് ആ ഹാർഡ് പാലറ്റിൻ്റെ അവിടെ നിന്ന് സോഫ്റ്റ് പാലറ്റിനെ വീലം എന്ന് പറയുന്നു. സോഫ്റ്റ് പാലറ്റിനെ വീലം എന്നുള്ള പേരിലാണ് പറയുക. അത് തൊട്ട് നോക്കിയാൽ നാവോട് തൊട്ട് നോക്കിയില്ലേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ ഭാഗം അത് കഴിഞ്ഞാൽ നമ്മുടെ ഉവ്യൂള എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. നമ്മുടെ നാവിൻ്റെ തൊട്ട്, അതായത് ബാക്ക് സൈഡ്, ഇവിടെ അൽവ്യൂളർ റിഡ്ജ്, ഇത് പോസ്റ്റ് അൽവ്യൂളർ റിഡ്ജ്, പിന്നെ ഈ ഒരു ഭാഗം ഹാർഡ് പാലറ്റ്. അതായത് ശ്രദ്ധിക്കുക, ഈ ഒരു അൽവ്യൂളർ റിഡ്ജ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇതുവരെ അൽവ്യൂളർ റിഡ്ജ്, ഇവിടുന്ന് ഈ ഒരു ഭാഗം പോസ്റ്റ് അൽവ്യൂളർ റിഡ്ജ്, ഈ ഒരു ഏരിയ മൊത്തം ഹാർഡ് പാലറ്റ് കേട്ടോ. പോസ്റ്റ് അൽവ്യൂളർ ഇവിടുന്ന് ഹാർഡ് പാലറ്റ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് സോഫ്റ്റ് പാലറ്റ് ആണ്. മനസ്സിലായോ? ഈ ഏരിയ മൊത്തം ഹാർഡ് പാലറ്റ്, ഈ ഏരിയ പോസ്റ്റ് അൽവ്യൂളർ, ഈ ഏരിയ അൽവ്യൂളർ, ഇവിടെ ടീത്ത്, ഈ ഒരു ഭാഗം സോഫ്റ്റ് പാലറ്റ്. മനസ്സിലായോ? സോഫ്റ്റ് പാലറ്റ്. ഓക്കെ, ആ ഒരു ഏരിയയുടെ എൻഡില് ഇങ്ങനെ ഒരു ഫ്ലഷി ആയിട്ടുള്ള ഒരു ഫിംഗർ ലൈക്ക്, നമ്മുടെ വായ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ അറ്റത്തൊരു ചെറുനാവ് കാണും. അതിനെയാണ് ഉവ്യൂള എന്ന് പറയുന്നത്. എന്താണത്? ഉവ്യൂള, UVULA. ചെറുനാവ് കണ്ടിട്ടില്ലേ? വായ നല്ല പൊളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലഷി ആയിട്ട് ഒരു ഫിംഗർ പോലെ കുഞ്ഞൊരു സാധനം തൂങ്ങി നിൽക്കണത് നമ്മുടെ ആ സോഫ്റ്റ് ഭാഗത്ത്, അതിനെയാണ് എന്താണ് ചെറുനാവ് അല്ലെങ്കിൽ നമ്മൾ ഉവ്യൂള എന്ന് പറയുന്നത്. ഓക്കെ, സോ റൂഫ് ഓഫ് ദ മൗത്ത് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇനി ഞാൻ സോഫ്റ്റ് പാലറ്റ് റേസ് ചെയ്യുക, അതായത് ഞാൻ ഇവിടെ ജസ്റ്റ് വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് വെറുതെ ഒന്ന് വരച്ചു എന്ന് മാത്രം, ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഈ ഒരു ഭാഗം ലാരിങ്സ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം ഫാരിങ്സ്, ഇത് റൂഫ് ഓഫ് ദ മൗത്ത്, ഇത് ടങ്. മനസ്സിലായോ? റൂഫ് ഓഫ് ദ മൗത്ത് ഇങ്ങനെ നമ്മുടെ ടങ്ങും അതെ പഠിക്കുന്നതിന് മുന്നേ പറഞ്ഞു തരികയാണ്. ടങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയും കണക്കാക്കണം, ഇങ്ങനെയും കണക്കാക്കണം. ഓക്കെ, റൂഫ് ഓഫ് ദ മൗത്ത് അതെ ഇങ്ങനെയും കണക്കാക്കണം, ഇങ്ങനെയും കണക്കാക്കണം. ഇവിടുന്ന് ഇതുവരെ മൊത്തം റൂഫ് ഓഫ് ദ മൗത്ത് ആണ്. ടങ് എന്ന് പറയുന്നത് ഇങ്ങനെ മാത്രമല്ല, ഇങ്ങനെ മൊത്തത്തില് ടങ്ങാണ്, ടങ്ങിന്റെ പാർട്ടാണ്. അപ്പൊ അതിന് ചില ഭാഗങ്ങൾ ചിലപ്പോൾ ഈ ഭാഗമായിരിക്കും എവിടെയെങ്കിലും തട്ടുന്നുണ്ടായിരിക്കുക. അപ്പൊ ആ ഭാഗം ടങ്ങാന്റെ ഏത് ഭാഗമാണോ വരുന്നത് അത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴും സൗണ്ടുകൾക്ക് ഡിഫറൻസ് വന്നേക്കാം. അപ്പൊ ഇതൊക്കെ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കാം. അപ്പൊ സോഫ്റ്റ് പാലറ്റ് റേസ് ചെയ്യുമ്പോഴും ലോവർ ചെയ്യുമ്പോഴും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് സോഫ്റ്റ് പാലറ്റ് റേസ് ചെയ്യാനും താഴ്ത്താനും ലോവർ ചെയ്യാനും അതുപോലെ റേസ് ചെയ്യാനും സാധിക്കുന്ന ഭാഗമാണ് സോഫ്റ്റ് പാലറ്റ്. നമ്മൾ അറിയുന്നില്ല, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ സൗണ്ടുകൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് സോഫ്റ്റ് പാലറ്റും സൗണ്ടുകൾ പഠിക്കുമ്പോഴാണ് നമുക്കത് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? സോഫ്റ്റ് പാലറ്റ് ലോവർ ചെയ്യാനും പറ്റും. അതായത് ശ്രദ്ധിക്കാം, ഈ ഒരു പിക്ചർ ഇവിടെ നിന്ന് നോക്കുക. അതായത് ഈ ഒരു ഭാഗം സോഫ്റ്റ് പാലറ്റ്, അപ്പോൾ ചിലപ്പോൾ സോഫ്റ്റ് പാലറ്റ് ഇങ്ങനെ വല്ലാണ്ട് ലോവർ ചെയ്ത് ഇങ്ങോട്ട് വരാം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ലോവർ ചെയ്യുമ്പോൾ വേറെ പ്രത്യേക സൗണ്ടുകൾ വരാം. കുറച്ച് നല്ലോണം ഇങ്ങോട്ട് റേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നല്ലോണം ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ സോഫ്റ്റ് പാലറ്റിൽ റേസ് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ പറയുന്നുണ്ട് സോഫ്റ്റ് പാലറ്റ് റേസ് ചെയ്യുമ്പോൾ എന്താണ്? ഈ ടച്ചസ് ദ ബാക്ക് വാൾ ഓഫ് ദ ഫാരിങ്സ് നേസൽ കാവിറ്റി. അതായത് ഇവിടെ നേസൽ കാവിറ്റി ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു നേസൽ കാവിറ്റി ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ സോഫ്റ്റ് പാലറ്റ് റേസ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല, ഇവിടെ ഇങ്ങനെ, സോറി, ഈ നേസൽ കാവിറ്റി സോഫ്റ്റ് പാലറ്റ് ഇങ്ങോട്ട് റേസ് ചെയ്ത് വരുന്ന സമയത്ത് നേസൽ കാവിറ്റി ഇവിടെ ബ്ലോക്ക് ആവും. മനസ്സിലായോ? ഈ ബ്ലോക്ക് ആവുമ്പോൾ എന്താണ്ടാവുക? നേസലിലൂടെ എയർ പോവില്ല. ഈ സോഫ്റ്റ് പാലറ്റ് ഇവിടെ ലോവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അപ്പൊ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നേസൽ സൗണ്ട് എപ്പോഴും എന്താണ്? സോഫ്റ്റ് പാലറ്റ് ലോവർ ചെയ്യുന്ന സമയത്താണ് നേസൽ സൗണ്ട് അല്ലേ? അതായത് നേസൽ സൗണ്ടുകൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം മനസ്സിലാക്കാം, ഇത് നേസൽ കാവിറ്റി ആണെന്ന് വിചാരിക്കുക. നേസൽ കാവിറ്റിയുടെ ഇവിടുന്ന് നമ്മുടെ എന്താണ്? റൂഫ് ഓഫ് ദ മൗത്തിന്റെ ബാക്ക്, അതായത് സോഫ്റ്റ് പാലറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ടങ്. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കാം. സോഫ്റ്റ് പാലറ്റ് നോർമൽ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വിചാരിക്കുക. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സോഫ്റ്റ് പാലറ്റ് ഇങ്ങോട്ട് നല്ലോണം ചേർന്ന് വരുമ്പോൾ ഇവിടെ ഗ്യാപ്പ് ഇല്ല അല്ലേ? ഇത് നേസൽ കാവിറ്റി ആണ് വിചാരിക്കുക.
അപ്പോൾ ഈ നേസൽ ക്യാവിറ്റി ഇവിടെ ബ്ലോക്ക് ആവുന്നു നല്ലോണം ഇങ്ങനെ വന്നപ്പോൾ അല്ലേ. എന്നാൽ കുറച്ച് വലുതാക്കി വരച്ചെന്നാൽ ചിലപ്പോൾ ഇത് നേസൽ ക്യാവിറ്റി ആണെന്ന് വിചാരിക്കുക. അതുപോലെ ഇത് റൂഫ് ഓഫ് ദ മൗത്ത് ബാക്ക്, മനസ്സിലായോ? ഇങ്ങനെ വിചാരിക്കാം. ഇത് ടങ് ആണ് വിചാരിക്കാം. ഓക്കെ, ടങ് ഇങ്ങനെ. അപ്പോൾ ഈ സോഫ്റ്റ് പാലറ്റ്, ഇതാണ് സോഫ്റ്റ് പാലറ്റ് കേട്ടോ. ഇത് സോഫ്റ്റ് പാലറ്റ്, ഇത് നേസൽ ക്യാവിറ്റി, ഇത് ടങ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ സോഫ്റ്റ് പാലറ്റ് നേസൽ ക്യാവിറ്റിയുടെ അടുത്തേക്ക് ഇങ്ങനെ ക്ലോസ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്ക് ആയോ? ഈ ഒരു ഏരിയ ബ്ലോക്ക് ആയോ? കണ്ടോ, ഇവിടെ കമ്മിയായില്ലേ? ഇവിടെ കണ്ടില്ലേ? അപ്പൊ സോഫ്റ്റ് പാലറ്റ് റേസ് ചെയ്തു. ഇനി ഇത് ലോവർ ചെയ്യാണ്. സോഫ്റ്റ് പാലറ്റ് ലോവർ ചെയ്യുമ്പോൾ നേസൽ ക്യാവിറ്റി ഓപ്പൺ ആയിരിക്കും. അപ്പൊ നേസൽ ക്യാവിറ്റിയിലൂടെ പുറത്തേക്ക് എയർ സുഖകരമായി പോകും. മനസ്സിലായോ? എന്നാൽ സോഫ്റ്റ് പാലറ്റ് അടുത്തിരിക്കുന്ന സമയത്ത്, അതായത് നല്ലോണം റേസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നേസൽ ക്യാവിറ്റി അവിടെ ബ്ലോക്ക് ആയി. മനസ്സിലായോ? അപ്പൊ നേസൽ സൗണ്ട് പുറത്തേക്ക് പോകില്ല. മനസ്സിലായോ? അപ്പൊ കംപ്ലീറ്റ് ഏത് വഴിയാണ്? ഈ ഓറൽ ക്യാവിറ്റി ഓപ്പൺ ആയിരിക്കും. മനസ്സിലായോ? സോഫ്റ്റ് പാലറ്റ് റേസ് ചെയ്യുന്ന സമയത്ത് നേസൽ ക്യാവിറ്റി എന്തായിരിക്കും? ക്ലോസ് ആവും. മനസ്സിലായോ? അതുപോലെ സോഫ്റ്റ് പാലറ്റ് ലോവർ ചെയ്യുമ്പോൾ നേസൽ ക്യാവിറ്റി ഓപ്പൺ ആവും. അപ്പം നേസൽ സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്. ഇഫ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദ ടോപ്പിക്, ഇത് നമ്മുടെ കുറച്ച് വലിയൊരു ക്ലാസ് ആണ്. കാരണം ചില ക്ലാസ്സുകൾ മിസ്സാവുന്നുണ്ട്. അപ്പം ഞാൻ മാക്സിമം എടുക്കാൻ പറ്റുന്നത് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, നിങ്ങളൊന്നും വിചാരിക്കേണ്ട. നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടെങ്കിൽ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വായെ തന്നെ പരീക്ഷിച്ച് നോക്കാം. ഇത് സോഫ്റ്റ് പാലറ്റ് ഒക്കെ മനസ്സിലാക്കാൻ സുഖമാണ്. നമുക്ക് നാവ് തൊട്ടറിയാം. പിന്നെ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സാധനം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വായ പൊളിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ആ ഒരു സാധനം ഈ വ്യൂള. പിന്നെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് നമ്മൾ വളരെ മനസ്സിരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇഫ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദ ടോപ്പിക് യു ക്യാൻ കോൾ മീ. ഓക്കെ, ടെക്സ്റ്റ് മീ. ഓക്കെ, താങ്ക് യു.